all stand in the presence of Lord. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം
വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. പ്രിയരെ, നമ്മുടെ ആയുസ് എത്രയെന്ന് നാം ആരും അറിയുന്നില്ല. കർത്താവ് ഇന്ന് വന്നാൽ നമ്മൾ പോകാൻ റെഡിയായിരിക്കണം. അഥവാ കർത്താവ് നമ്മുടെ മരണശേഷമാണ് വരുന്നതെങ്കിൽ ആ കർത്താവിനോടുകൂടി മധ്യാകാശത്തെങ്കിൽ എടുക്കപ്പെടണം. ആ പ്രത്യാശയാണ് നമ്മളെ ഓരോരുത്തരെയും ഭരിച്ചു നടത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് ആ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. ആ പ്രിയൻ്റെ മനോഹരത്വം കാണുവാനും സ്വർഗ്ഗ സന്തോഷം അനുഭവിക്കാനും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി നമ്മുടെ രക്താംബരം പോലെ ചുവന്ന പാപത്തെ പോലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവ്, ഷാരോണിലെ ആ പനിനീർ പൂവ്, താഴ്വരയിലെ ആ താമര, ഇന്ന് ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെ ചേർന്ന് നമുക്ക് ആത്മാവിലും സത്യത്തിലും കരങ്ങളെ തട്ടി നമ്മുടെ പ്രിയനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ചില പഴയ ഗാനങ്ങൾ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം.
പാദമെന്നുമെന്നാശ്രയമായി ആനന്ദമായവർ അനുദിനവും ആമയമകറ്റി നടത്തുമെന്നേ
വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ വരികയില്ല അവൻ എന്നെ പിരികയില്ല വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു ഇടവരികയില്ല അവൻ എന്നെ പിരികയില്ല വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു മറവിടമായി എനിക്കേശുണ്ട് മറച്ചിടും അവൻ എന്റെ ചിറകടിയിൽ മറന്നിടാതെ എന്നെ കരുതിടുവാൻ ആരാതെ അവൻ എന്റെ അരികിലുണ്ട് അവൻ മറന്നിടാതെ എന്നെ കരുതിടുവാൻ ആരാതെ അവൻ എന്റെ അരികിലുണ്ട് മറന്നിടാതെ എന്നെ കരുതിടുവാൻ അവൻ ആരാതെ അവൻ എന്റെ അരികിലുണ്ട് ഓടി മറന്നിടാതെ എന്നെ കരുതിടുവാൻ ആരാതെ അവൻ എന്റെ അരികിലുണ്ട് അവൻ മറന്നിടാതെ എന്നെ കരുതിടുവാൻ ആരാതെ അവൻ എന്റെ പ്രിയരെ, നമുക്ക് ആശ്രയിക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ കിട്ടാറുള്ളൂ. ഇത്രയും സൗഭാഗ്യം ലഭിച്ച ഒരു ജനം വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ ഭക്തൻ ഇങ്ങനെ പാടും, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആ പാടിൻ്റെ 1-2 വരികൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കും. ഇത്ര സൗഭാഗ്യമീ ക്ഷീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാൻ. ഇത്ര സൗഭാഗ്യമീ ക്ഷീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാൻ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന ഓരാത്ത കണ്ണീരെ
ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാണ് സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ. The same prayerful attitude. Can we all look on to Psalms number 23? Psalms 23, we'll read it responsibly. Psalms 23. I hope everybody is taken. The Lord is my shepherd. I have everything I need. He gives me a new strength. He guides me in the right path as He has promised. You prepare a banquet for me where all my enemies can see me. You welcome me as a honored guest and fill my cup to the brim. Can we all read the 6th words together? I know that all your goodness and love will be with me all my life, and your house will be my home as long as I live. Can we all lift up our hands to the heavens and praise the Lord for this wonderful psalm that He has given, that God is going to speak to each one of us through this psalm. Thank and praise You for this wonderful time that You have given, Lord Jesus. At this time, Lord Jesus, we surrender ourselves, Lord Jesus, surrender myself, Lord Jesus. Thank You, God, for this wonderful psalm that You have given, Lord Jesus. Speak to me, Lord Jesus. Speak to Thy people, Lord Jesus. Into Your hands we submit. In Jesus' name I pray. Amen. Request all to be seated. Praise the Lord. Greetings to you all in the name of our Lord and Savior Jesus Christ. Thank Lord for this wonderful opportunity that God has given to stand once again in His presence. I thank Pastor Uncle for the opportunity that he has given. As we look into the Psalms, it is a very familiar psalm that we all from our childhood have learned this, and it is always, any part of the day or night you wake somebody up, let it be the kids or the elders, we can recite this psalm. But what I've learned, a few points that through this psalm, I know there are many speakers or many believers, many of them must have preached about this one psalm. But what the Lord has put on my heart, I just wanted to share those few thoughts and sit in the presence of the Lord. If we read this psalm, there are only 6 verses. This is the Psalm of David, the situation that David has gone through, and he is accepting that if the Lord is on his side, there is nothing else that he wants. Same is our situation. If the Lord is on our side, we don't require anything else in our life. Because God is the provider, He has everything with Him. Only the situations or the times that He's waiting, where we are closer to Him, that is when He gives those things to us. So in this psalm, I would like to see what exactly this psalm means and how we can apply this in our life in 7 different points. We see 2 pictures in this psalm. If you look at Psalms 1, 2, 3 and 4, it teaches about the shepherd, how the shepherd takes us through the situations. And if you look at the remaining 5 and 6, we see God as host there. So 2 things we see: God as a shepherd, God as a host there. In the same situation, David also in this situation, we can see that there were 2 lives where David led. One was the life where he was leading the sheep; he was a shepherd. The second life that he had was as a king. So this psalm can be divided in such a way. Now, if we have to look at the psalm in detail, I would like to take you all through 7 points where we can see in the 6 verses how the Lord is leading us. First, Psalm 1, it says, "The Lord is my shepherd." So it is totally very personal to each and everybody's life. So the first and foremost thing that we can learn from this psalm is it is very personal to each and every individual. Then if you look at the second one, Psalms verse 2, he says, He lets me rest in the green fields and green grasses, and leads me to the quiet pools of fresh water. In this second psalm, in the second words, we can see that it is God's provision. So the first one is God as a person. The second one is God as a provision. If you look at verse 3, it says, He gives me a new strength. He guides me in the right path as He has promised.
So there were situations where we can go astray, and those situations can lead us into different situations. But God says His purpose is not to go away from these situations, but to be in the presence of the Lord. So the third points from the third verse we can learn is the purpose of God. The fourth one is even though I walk through the deepest darkness, I will not be afraid. Lord, for you are with me. Your shepherd, the shepherd's rod and the staff protect me. So from this we can see that we go astray, but again the shepherd's staff is there guiding. So if you look at the sheep always follows the shepherd. So wherever there is food, he has a stick and he pulls those leaves and feeds the sheep here. So in the same situation, if we make God our shepherd, we are his sheep, we will not lack anything. So the fourth point that we can learn is promise. The first one is person, the second one is provision, the third is purpose, the fourth is promise. Then if you look at verse 5, it says, you prepare a banquet for me where all my enemies can see. You welcome me as a honored guest and fill my cups in brim. So there were situations in our life where the enemy has taken over our situations and he has led us into darkness. But God in his grace has brought us back. So where in this we see, though we have gone away from the Lord, there were situations because we have known the Lord and the Lord knows our heart. That is where his protection, sometimes when we are in darker situations also, the Lord is protecting us. So the fifth point is God's protection. And the next point is, if you look at the same 5 and 6, you prepare a banquet for me where all my enemies can see me. You welcome me as a honored guest and fill my cup to the brim. I know that your goodness and love will be with me all the life, and your house will be my house as long as I live. From this 5 and verse 5 and 6, three things that we can learn. One is the protection of the Lord. Then God is going to provide us everything that is required. That is prosperity. And finally we see towards the end of verse 6, we see that the Lord's presence is always with us. So in this psalm, what I have learned and what I wanted to share with each and everybody is these 7 things is what the Lord has taught me from this psalm. One is person, second is provision, third is purpose, fourth is promise, fifth is protection, sixth is prosperity, and seventh is presence. So if we walk in the light of the Lord is always there for us in every situation of our life. May these words be a great blessing to us, and let us all put this to practice and live a life that is pleasing to the Lord in the days to come. Thank you. Thank you. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ച് അല്പകാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുവാൻ പ്രിയ ജിമ്മി സഹാജിന കർത്താവിന് സ്തോത്രം ചെയ്യാൻ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അനുഗ്രഹീതമായ പകൽവേളയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ പോലെ കർത്താവ് കൃപ ഒരവസരം കൂടെ കർത്താവ് തന്നതിനായ സ്തോത്രം എല്ലാവരെയും കർത്താവ് ധനമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ, all the children, would you please come forward? You can sing the song and you can say your memory word, please. All the children, would you please come? Hallelujah. Stotram, 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 stotram. The righteous man may have many troubles, but the Lord delivers them from them all. The righteous man may have many troubles, but the Lord delivers them from them all. Amen. Psalms 91 verses 4. He will cover you with his feathers, and under his wings you will find refuge. His faithfulness will be your shield and rampart. Amen. In the beginning, God created the heaven and earth. Proverbs 3 verses 5. Trust in the Lord with all your heart and do not lean on your own. Jesus said, I am the light of the world. Whoever follows me will never walk in darkness, but will walk in the light of life. Amen. Lord, eat my shepherd, I shall never want. Psalms 3:1.
Isaiah chapter 341 verses 10. For the mountains are made apart and the hills be removed, but my steadfast love shall not depart from you. Trust in the Lord with all your heart, and learn not unto thine own understanding. Proverbs chapter 3 verse 5. Amen. Day after day they tell the story, night after night they tell it again. They have no speech or word. They don't make any sounds to be heard. Psalms 19 verse 2 and 3. Humble yourselves therefore under God's mighty hands, that he may lift you up in due time. Cast all your anxiety on him, because he cares for you. 1 Peter 5 verse 6. I'm for peace, but when I speak therefore war. Psalms 120 verse 7. Amen. Jesus went to the temple and drove out all those who bought and sold in the temple. He overturned the tables of the money changers and the chairs of those who sold doves, and said to them, My house shall be a house of prayer, but you have made it a den of thieves. Matthew 21 verse 12 and 13. Proverbs 20 verse 27 verses 20. Hell and destruction are never foresaw the eyes of men that are not satisfied. You shall not misuse the name of the Lord your God, for the Lord will not hold anyone guiltless who misuses his name. Exodus 27. Psalms 100 verse 4. Enter his gates with thanksgiving and into his courts with praise. Give thanks unto him and bless his name. ആമേൻ. സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകൾ അടച്ചാട്ട് കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് പട്ടണത്തിൽ പരിപാലിച്ചല്ലോ. നമ്മുടെ സഭയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് പരിപാലിച്ചു. ബാലാക്ഷരം കർത്താവ് വിടുവിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് ഇത്രത്തോളം സൂക്ഷിച്ച് കർത്താവ് വഴി നടത്തിയ ദൈവത്തിനെല്ലാം വിശ്വസിക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ കടന്നു പോകാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഭവനത്തിലെ യാത്രകളിലെല്ലാം കർത്താവിന് സാന്നിധ്യം അനുഭവം കർത്താവ് കൃപ ചെയ്ത് ദൈവം അവർക്ക് പഠിക്കുവാൻ ബുദ്ധി ജ്ഞാനം കൊടുത്തല്ലോ. ഇതുപോലെ കാലം അവർ പഠിച്ച് മെമ്മറി വേഴ്സും കർത്താവ് അവർക്ക് ബുദ്ധി ജ്ഞാനം അവർക്ക് കൊടുത്തല്ലോ. ഓർമ്മശക്തി കൊടുത്തല്ലോ. ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ പല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കേരളത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നല്ലോ. അവരെല്ലാം ആയിരിക്കുന്ന കർത്താവ് സൂക്ഷിക്കണേ പ്രാർത്ഥിക്കാം. ജോലിയിലോ പഠനത്തിലോ ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ കർത്താവിന്റെ നാമത്തിലോ ദൈവസഭയ്ക്ക് എല്ലാം ഹാലിൽ മാതാപിതാക്കളെയൊക്കെ അനുസരിച്ച് ഹാലിൽ കീഴ്പ്പെട്ട് അതിനനുസരിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചാട്ടെ. ഹാലിൽ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയ നിമ്മിയുടെ പപ്പ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. നിമ്മിയുടെ പപ്പ സ്തോത്രം. സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളും ദയവായി നിങ്ങളുടെ സീറ്റുകളിൽ പോയിരുന്നാട്ട് സ്തോത്രം. ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് പകലിൽ കർത്താവിനെ ആരാധിപ്പാൻ ഈ പട്ടണത്തിൽ ദൈവം ഒരവസരം കൂടെ കർത്താവ് തന്ന കർത്താവിൻ്റെ എല്ലാ കരുണയും കൃപയെ ഓർത്ത് സ്തോത്രം നിന്ന് വളരെ സന്തോഷത്തോടെ നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവ് ഇന്നും കൃപ ചെയ്തല്ലോ. രോഗങ്ങളുണ്ടായിരുന്നു, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പല പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും അതിനെ മധ്യത്തിൽ എല്ലാ കർത്താവ് നമ്മെ വിടുവിച്ച് ദൈവം നമ്മെ നടത്തിയ ഹാലിൽ കർത്താവിൻ്റെ എല്ലാ വിശ്വസതയെ ഓർത്ത് സ്തോത്രം. അനേക രാജ്യങ്ങളിൽ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ഹാലിലെ പല രാജ്യങ്ങളിൽ തണുപ്പ് സ്നോഫാൾ മുഖാന്തരമായിട്ട് ആരാധന നടക്കാത്ത സ്ഥലങ്ങളുണ്ട്. അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിൽ ഈ ദിവസങ്ങളിൽ സ്നോ പെയ്തിട്ട് ഈ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് പോലും കൂടി വരുവാൻ കഴിയാത്ത വിധത്തിൽ പല രാജ്യങ്ങളായിരിക്കുമ്പോൾ ഈ പട്ടണത്തിൽ കർത്താവ് നമുക്ക് അനുഗ്രഹീതമായ കാലാവസ്ഥകൾ തന്ന് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് കൃപ ചെയ്തല്ലോ. ദിവസത്തിൽ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സഹോദരന്മാരെ ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ആരും ഇന്ന് പുതുതായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയ റൊണാൾഡ് പപ്പ ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിലായിരുന്ന പ്രിയ റൻസന്റെ മമ്മി ഇന്ന് ഇപ്പോൾ യാത്രയിലാണ്. പ്രിയ വെമ്പിളിയിലെ ജാസ്മി യാത്രയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കർത്താവ് സൂക്ഷിച്ചു. പ്രിസില്ല ചില ആഴ്ചകളിലേക്ക് US കടന്നു പോകാൻ കർത്താവ് കൃപ ചെയ്തൊരു സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് സഹായിച്ചു. ഈ ദിവസങ്ങളും നമ്മുടെ പല പ്രിയപ്പെട്ടവർ യാത്ര ചെയ്തല്ലോ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് അടുത്ത സമയം ദൈവസ്ഥലായിരിക്കുമ്പോൾ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവിനെ ഹാലിൽ സാക്ഷ്യം പറയുവാനുള്ള സാവകാശമാണ്. ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി തന്ന വിഷയങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സഭയായി നന്ദി പറയാനുള്ള സാവകാശമാണ്. പ്രാർത്ഥന കൃഷ്ണോടകൾ അത് പറയാനുള്ള സാവകാശമാണ്. അതിനകത്ത് ആ സമയം തക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. I worship you, I worship you. You are here, working in this place. I worship you, I worship you. 'Cause you are waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are.
കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പൽക്കാലത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ കുറിവാക്യമായി ഇന്ന് പൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. ആമേൻ. സ്തോത്രം. അനുഗ്രഹീതമായ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാൻ കണ്ണുകളെ അടച്ച് അല്പസമയം ദൈവവചനത്തിൽ കൂടെ എന്നോട് നിങ്ങളോട് കർത്താവ് പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായി പകലിൽ അങ്ങയുടെ വചനവുമായി ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ദൈവസ്ഥലിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് പലകാലം ഈ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകയാൽ ഈ വചനത്തിൽ കൂടെ കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങൾ സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഇന്ന് പലകാലം ഈ വചനത്തിലുള്ള ശക്തി വ്യാപരിച്ച് ഞങ്ങൾക്ക് വിടുതലും ആശ്വാസം തരണമേ. ദൈവത്തിന് കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ആശ്വാസത്തിന്, വിടുതലിന്, ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ, ദൈവ വാഗ്ദത്തങ്ങളെ നിവൃത്തി കാരണമായി തീരുവാൻ കർത്താവെ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനമാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ ഹല്ലേലൂയ 28-ാം അധ്യായം വരെ കാണുവാൻ നമുക്ക് കഴിയുന്നത്. വളരെ അനേക ചിന്തകൾ, അനേക നമ്മെ സന്തോഷിപ്പിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ ശക്തീകരിക്കുന്നതുമായ ദൈവത്തിന്റെ വചനമാണ് ഹല്ലേലൂയ ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വൈദ്യനായിരുന്ന ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതുവാൻ സഹായിച്ചു. അങ്ങനെ ഐശ്വര്യമായ രീതിയിൽ നമുക്ക് ഈ ദൈവത്തിന്റെ വചനം കിട്ടിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള അധ്യായത്തിൽ പത്രോസിന്റെ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുമ്പോൾ 13-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷകളും കർത്താവിന്റെ നാമത്തിനു വേണ്ടി പൗലോസ് കടന്നു വന്ന കാര്യങ്ങളും അതിലുള്ള ശുശ്രൂഷകളും സഭയുടെ പ്രവർത്തനങ്ങളും ഹല്ലേലൂയ ലോകരാജ്യം വ്യാപകമായ ദൈവിക പ്രവർത്തനങ്ങളുമേൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കുന്ന വ്യത്യസ്ത സംഭവങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ ഹല്ലേലൂയ വായിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അനേക പ്രസക്ത ഭാഗങ്ങൾ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന പ്രസക്തമായ അനവധി വാക്കുകൾ, വാചകങ്ങൾ, വാക്യങ്ങൾ, പാരഗ്രാഫുകൾ, അധ്യായങ്ങളെല്ലാം ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നാണല്ലോ സ്തോത്രം ഈ ഹല്ലേലൂയ ഈ അധ്യായത്തെ നമ്മൾ വിളിക്കുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ഹല്ലേലൂയ അതാത് ദേശങ്ങൾ, അതാത് പട്ടണങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് പകലിൽ വായിച്ച ദൈവവചനം ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കണം. ഗലീല പുരുഷന്മാരെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യാശയുടെ വചനമാണ് ഇന്ന് പകലിൽ വായിച്ചു കേട്ടത്. സ്തോത്രം. ഇന്ന് പകലിൽ ഏതെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ അസ്വസ്ഥതകളിലോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സന്തോഷിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ചിലരൊക്കെ ആയിരിക്കുന്നതെങ്കിലും ഇന്ന് പകലിൽ ഈ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മധ്യത്തിൽ വ്യാപരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ ദൈവവചന കേൾവി നമുക്ക് അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു കർത്താവ് വീണ്ടും മടങ്ങി വരുമെന്നുള്ള ഒരു പ്രവചന ശബ്ദമാണ് ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്നും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നും. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെട്ട്, നിങ്ങൾ ക്ഷീണിച്ച്, നിങ്ങൾ തളർന്ന്, നിങ്ങൾ മനസ്സ് കലങ്ങി നിരാശയിലായിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ബന്ധത്തിലായിരിക്കുന്നുവെങ്കിൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പ്രാരംഭത്തിൽ ദൈവത്തിന്റെ ദൂതായി പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ, നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ഹല്ലേലൂയ സ്തോത്രം നടന്നില്ല എങ്കിലും സാരമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വെന്നാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വം നമ്മളായിരിക്കുന്ന പട്ടണത്തിൽ വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കൂട്ടാരങ്ങളിൽ ഹല്ലേലൂയ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വം നമ്മളായിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വിടും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഹല്ലേലൂയ ഒരുപക്ഷെ അതിന് അനുകൂലമല്ല
എന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടായോ? എന്നാൽ സകല സാഹചര്യങ്ങളെയും സകല വിഷയങ്ങളെയും നിരപ്പാക്കി തരുവാൻ ദൈവം ശക്തിയുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ വളരെ വിശ്വാസത്തോടെ വളരെ പ്രതീക്ഷയോടെ ദൈവസ്ഥലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ ശക്തീകരിക്കുകയും നമ്മെ വിടുവിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനമാകയാൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണ സമയത്ത് ഹല്ലേലൂയ കർത്താവിന്റെ ശിഷ്യന്മാര് ഹല്ലേലൂയ വളരെ ഭാരത്തിലും ഹല്ലേലൂയ പ്രതിസന്ധിയിലുമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഹല്ലേലൂയ സ്തോത്രം മനസ്സ് കലങ്ങി ക്ഷീണിച്ച് തളർന്ന് ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന ഈ യേശു കർത്താവ് വീണ്ടും മടങ്ങി വരും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് വീണ്ടും നിങ്ങളെ വന്ന് ചേർക്കേണ്ടതിന് വേണ്ടി ഞാൻ വീണ്ടും വന്ന് ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ ചേർക്കുമെന്നുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ ഹല്ലേലൂയ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് അടുത്ത വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത് 12 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശുവിന്റെ സ്വർഗ്ഗാരോഹണം കഴിഞ്ഞതിനു ശേഷമായിട്ട് ദൈവം അതിനു മുമ്പായിട്ട് ദൈവം ചില വാഗ്ദത്തങ്ങൾ ചില കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരോട് തന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. സ്തോത്രം. അതിന്റെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നിൽ നിന്ന് കേട്ട വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവാൻ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് തന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയുണ്ടായി. മാത്രമല്ല അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണമെന്ന് 2 കാര്യങ്ങൾ പ്രസ്താവനകൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാര് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുകയുണ്ടായി. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ആ പറഞ്ഞ കാര്യങ്ങളുടെ നിവർത്തി എപ്രകാരം സാധിച്ചു എന്നാണ് അടുത്ത വാചകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ഹല്ലേലൂയ ഒരു കാര്യം പറഞ്ഞിട്ട് ഹല്ലേലൂയ യേശു കർത്താവ് മടങ്ങി പോകുകയല്ല, പിന്നെയോ ആ വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. യെരൂശലേമിൽ നിന്ന് നിങ്ങൾ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട വചനത്തിന്റെ നിവർത്തിക്കായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകണം. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ വായിക്കുമ്പോൾ അനേക പദങ്ങൾ, അനേക വാക്കുകൾ, അനേക വാക്യങ്ങൾ നമ്മെ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യങ്ങളിൽ ഹല്ലേലൂയ ഏറ്റവും പ്രസക്തമായ ഹല്ലേലൂയ 4 പദങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് സുപരിചിതമായിരിക്കുന്നത്. ഒന്ന് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷമായിട്ട് അപ്പോസ്തലന്മാരായ 11 ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയെ മറിയയും അവർ ഒരുമിച്ച് ഹല്ലേലൂയ മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. 1-ാമത്തെ വാചകം ഹല്ലേലൂയ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ മുട്ടുകളെ മടക്കിയപ്പോൾ അവർക്ക് ലഭിച്ച സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരുമന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മധ്യത്തിൽ വെളിപ്പെടുവാനായി തുടങ്ങി. പരിശുദ്ധാത്മാവ് ആദ്യത്തെ ദൂതായി ഇന്ന് മുതൽക്കാലം പറയുകയാണ്, ഞാനും നിങ്ങളും ഒരുമിച്ച് ഹല്ലേലൂയ കുടുംബമായി ഒരുമിച്ച് സഭയായി ഒരുമിച്ച് ദേശത്ത് നമ്മളെ ആക്കിയിരിക്കുന്ന ഭവനങ്ങളിൽ ഇടങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടാൽ, നമ്മെ തന്നെ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരുന്നവരാണ്, അവർ തളർന്നു പോയവരാണ്, അവർ ഭാരപ്പെട്ടു പോയതാണ്. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഹല്ലേലൂയ ഇങ്ങനെ തളർന്നും ക്ഷീണിച്ചും ഇരിക്കുവാനുള്ളവരല്ല, ഞാൻ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ എന്റെ ആത്മാവിനെ പകരാമെന്ന് ദൈവത്തിന്റെ പ്രോമിസ് ഹല്ലേലൂയ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് 1-ാമതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവർ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടി വരുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഈ വർഷത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് താല്പര്യപ്പെടുന്നത് പ്രാർത്ഥനയ്ക്കായി ഞാനും നിങ്ങളും ഹല്ലേലൂയ അല്പം ചില ദിവസങ്ങൾ, അല്പം ചില സമയങ്ങൾ, അല്പം ചില മണിക്കൂറുകൾ ഞാനും നിങ്ങളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒത്തുകൂടിയാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടും. അത് യാതൊരു സംശയമില്ല. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ചില പ്രാർത്ഥനാ കൂടിവരിൽ കണ്ടില്ല എന്ന് വന്നേക്കാം. എന്നാൽ ആരും ഇല്ല എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടിവരൽ ഉണ്ടാവും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്.
കാരണം കർത്താവാണ് വാക്ക് പറഞ്ഞത്. ഹല്ലേലൂയ, ഞാൻ പോയി ഹല്ലേലൂയ സ്ഥലമൊരുക്കിയാൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാൻ നിങ്ങളെയും ഇരുത്തേണ്ടതിന് വേണ്ടി ഞാൻ വീണ്ടും വന്ന് ഹല്ലേലൂയ നിങ്ങളെ ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞ ആ കാര്യസ്ഥൻ എന്നോടും നിങ്ങളോടും കൂടെയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 13ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഹല്ലേലൂയ സ്തോത്രം ചിന്തനീയമായ ഒരു വാക്യമാണ് നാം അതിന് ശേഷം വായിച്ചത്. അപ്പോസ്തലന്മാരായ 11 പേരുടെ പേര് ഹല്ലേലൂയ അവിടെ സവിസ്തരം പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് തുടങ്ങുന്നത് പത്രോസിന്റെ പേരാണ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഹല്ലേലൂയ സ്തോത്രം. പിന്നെ യെസ് യാ യെസ് ഹല്ലേലൂയ 11 ശിഷ്യന്മാരുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. 12ാമത്തെ ഇസ്കരിയോത്തിയാവിന്റെ യൂദായുടെ പേര് അവിടെ ഇല്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കുക, യേശുവിനെ കാണിച്ചു കൊടുത്തതിന് ശേഷമായിട്ട് അവന് തന്നെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഹല്ലേലൂയ മരിച്ച കാര്യം നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാണ് ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ സ്തോത്രം അത് അനുസരിക്കുവാൻ താല്പര്യമുള്ള 11 ശിഷ്യന്മാരുടെ ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം അവര് മാളിക മുറിയിൽ ഇരിക്കുകയാണ്. അവിടെ വീണ്ടും ഏറ്റവും അവസാനം കാണുന്നു ഹല്ലേലൂയ അതിനോടൊപ്പം 11 ശിഷ്യന്മാരുടെ പേര് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുകയാണ് യേശുവിന്റെ അമ്മയായ മറിയയും അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ സാരം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എനിക്കും നിങ്ങൾക്കും ആവശ്യമായ വിഷയങ്ങളുടെ മൊത്തത്തിൽ പരിഹാരം കാണുവാൻ വിടുതൽ തരുവാൻ നാം ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം അതിന്റെ മൊത്തത്തിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഇല്ലായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്ന് ലഭിക്കുകയാണെങ്കിൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. യേശുവിന്റെ അമ്മ മറിയയും ഹല്ലേലൂയ സ്തോത്രം അവരോടുകൂടെ ശിഷ്യന്മാരോടുകൂടെ ഹല്ലേലൂയ പ്രാർത്ഥനാ കൂടിവരിൽ അവർ ഒരുമിച്ച് വാഗ്ദത്ത നിവൃത്തിയുടെ പൂർത്തീകരണത്തിനായി വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഹല്ലേലൂയ സ്തോത്രം, യേശു കർത്താവിനെ പ്രസവിച്ച യേശു കർത്താവിന്റെ അമ്മയ്ക്ക് ഹല്ലേലൂയ ഇങ്ങനെ ഇരിക്കുവാൻ താല്പര്യമായിരുന്നു, ആവശ്യമായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങളും ദൈവസന്നിധിയിൽ ഒരുമിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നില്ലേ? ഈ കാലഘട്ടത്തിലേക്ക് നമ്മെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് ഈ ഹല്ലേലൂയ സ്തോത്രം എന്ത് ഭവിക്കുമെന്ന് അറിയത്തില്ല, എന്തൊക്കെ വിഷയങ്ങൾ നടക്കാൻ പോകുന്നുവെന്ന് എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവർക്കും എപ്പോഴും എല്ലായിടത്തും ഒരുമിച്ചിരിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ഹല്ലേലൂയ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവ് ശക്തനാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വാഗ്ദത്തോട് സഭയോട് ദൈവോദനം കേൾവിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ഒന്ന് ഒരുമിച്ച് ഹല്ലേലൂയ സഭയായിട്ടോ കുടുംബങ്ങളായിട്ടോ ദേശങ്ങളിൽ ഇടങ്ങളിൽ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഒരുമിച്ച് ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ തയ്യാറായാൽ ദൈവം എന്നോടും നിങ്ങളോടും ചെയ്ത ദൈവത്തിന്റെ വാക്ക് നിവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് അത് താല്പര്യമായി തോന്നിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കെല്ലാം അത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ നമ്മെ ഹല്ലേലൂയ ചിന്തിപ്പിക്കുന്നത്, ഒന്നാമത്തെ നമ്മെ ഉത്തേജിപ്പിക്കുന്ന ആ വാക്കെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ കൂടിയിരുന്ന 11 ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും മറ്റു പല പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. രണ്ടാമതായി നമ്മൾ കാണുന്നു ഹല്ലേലൂയ മർക്കോസിന്റെ മാളിക മുറിയിൽ അവര് 120 പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. സ്തോത്രം. അവിടെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം 2-ാം അധ്യായത്തിലെ 42-ാം വാക്യത്തിൽ പറഞ്ഞു അവർ ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പ്രാർത്ഥന കഴിച്ചു പോയിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവപ്രവൃത്തി അവരുടെ മധ്യത്തിൽ വെളിപ്പെടുവാനുണ്ടായി. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെ പുസ്തകം എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയെ നാം വിളിക്കുന്നത്. ഒന്നാമതായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മധ്യത്തിൽ കടന്നു വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തുടങ്ങിയെങ്കിൽ ഞാനും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മളൊക്കെ ദൈവം തന്നിരിക്കുന്ന ഭവനങ്ങളിലോ നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിലോ ഒരുമിച്ചിരിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, ഓരോരുത്തരുടെയും വിഷയങ്ങളിൽ, ഓരോ
സഭകളുടെയും ആവശ്യങ്ങളുടെയും പ്രാർത്ഥനാഭിഷേകത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. ഒരുപക്ഷെ നിരാശയോടെയും ഒരുപക്ഷെ ഭാരത്തോടെയും ഒരുപക്ഷെ രോഗത്തോടെയും ഒക്കെ ആയിരിക്കാം ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ടും ഒന്നും നടക്കാത്ത പല വിഷയങ്ങൾ ഇപ്പോഴും പെൻഡിംഗ് ആയി കിടക്കുകയാണെങ്കിലും ഒരു പൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ, ഒരുമിച്ചൊന്ന് കൂടി വരുവാൻ തുടങ്ങിയാൽ, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, നമ്മെ പുറകോട്ട് വലിക്കുന്ന, നമ്മുടെ മാനസിക ചിന്തകളിൽ നിന്ന് നമ്മെ പിന്മാറ്റുന്ന എല്ലാ പോരുകളിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്റെ മേലും നിങ്ങളുടെ മേലും വന്നാൽ ഹല്ലേലൂയ, നാം ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചെറുതുമായ എല്ലാ വിഷയത്തിനു മേലും പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പദം തന്നെ ഹല്ലേലൂയ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 50 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 1 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 50 പ്രാവശ്യം ആ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പ്രാർത്ഥനയെ പറ്റി 28 അധ്യായങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം 28 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന എന്ന്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് ആയിരുന്നു ഹല്ലേലൂയ ആ ശുശ്രൂഷ അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും മുഖ്യ പ്രവർത്തനത്തിൽ മുന്നിൽ നിന്നത്. സ്തോത്രം. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പത്രോസ് നിന്നിരുന്നത് പോലെ 13 മുതൽ 28 വരെ ഹല്ലേലൂയ സ്തോത്രം 154 പ്രാവശ്യം പൗലോസ് അല്ലെങ്കിൽ ശൗൽ എന്നുള്ള പദങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തി കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ 64 സ്ഥലങ്ങളിൽ പത്രോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവത്തിന്റെ വചനം താല്പര്യമുള്ള ദൈവദാസന്മാരെ ഹല്ലേലൂയ ദൈവം ശക്തീകരിക്കുക മാത്രമല്ല അവരിൽ കൂടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലൻ എന്ന പദം 30 പ്രാവശ്യം ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. സാക്ഷികളാകുക, നിങ്ങൾ പോയി എന്റെ സാക്ഷികളാകുക എന്ന് 30 പ്രാവശ്യം ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ നാമത്തെ പറ്റി 34 പ്രാവശ്യം ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടത്താമെന്ന് യേശു കർത്താവ് വാക്ക് പറഞ്ഞിട്ട് പോയെങ്കിൽ അത് നിവർത്തിക്കുവാൻ എന്നിൽ നിങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. എന്നാൽ അതിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, അതിനായി കൂടി വരുന്നവരെ യേശു കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മധ്യത്തിലേക്ക് ഒരുമിച്ച് ഒരുമന ഹൃദയത്തോടെ അവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തന്ന് നമ്മെ ശക്തീകരിക്കുവാൻ ഹല്ലേലൂയ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അവരോട് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ ആദ്യം യെരൂശലേമിൽ എന്റെ സാക്ഷികളാകണം, അതിനുശേഷം യഹൂദയിലാവണം, അതിനുശേഷം ശമരിയിലാകണം, അതിനുശേഷമാണ് ഭൂലോകത്തിലൊക്കെയും പോയി എന്റെ സാക്ഷികളാകണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. യെരൂശലേമിൽ പോയി സാക്ഷിയാകണമെന്നുള്ള ആദ്യത്തെ വാഗ്ദത്തം തന്നെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 44 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ആ അപ്പോസ്തലന്മാരോട് പറഞ്ഞ യേശു കർത്താവ് പറഞ്ഞ അതേ വാചകങ്ങൾ അവർ ഏറ്റെടുക്കുവാനും അതിനായി കാത്തിരിക്കുവാനും അവരുടെ മേൽ ശക്തി വന്നപ്പോൾ ഹല്ലേലൂയ അവർ ദേശങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ദൈവത്തിന്റെ വചനവുമായി ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ അവരെ തന്നെ സമർപ്പിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി യെരൂശലേമിൽ ഹല്ലേലൂയ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങി. ആദ്യത്തെ സഭ യെരൂശലേമിൽ ഹല്ലേലൂയ ഉടലെടുക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ സഭയുടെ ഹല്ലേലൂയ പുതിയ നിയമസഭയുടെ പണികൾ അവിടെ ആരംഭിച്ചു. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി യെരൂശലേമിൽ മാത്രമല്ല അത് മറ്റു പല പട്ടണങ്ങളിലേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. അനേക സഭകൾ ഹല്ലേലൂയ ഉടലെടുക്കുവാൻ തുടങ്ങി. സ്തോത്രം. അതെങ്ങനെയാണ് സാധിച്ചത്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനായിരുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച പത്രോസിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കാണുവാൻ കഴിഞ്ഞു. വിശ്വസിച്ച അപ്പോസ്തലന്മാരിൽ കൂടെ അവർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവർ കൂടിയിരുന്നെടുത്ത് ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ഇടയായിത്തീർന്നു. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി എന്നെ നിങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്നിലും നിങ്ങളിലും കൂടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മൾ പഠിച്ചു വരുമ്പോൾ 13 മുതൽ 28 വരെയുള്ള അധ്യായം വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ 3 മിഷണറി യാത്രകളുടെ ഏകദേശം 10,000-ൽ പരം മൈലുകൾ യാത്ര ചെയ്ത് അനേക രാജ്യങ്ങളിൽ അനേക കോണ്ടിനെന്റിൽ പോയി കർത്താവിന്റെ വചനം പറഞ്ഞ് അനേക സഭകൾ ഉണ്ടാക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആ പൗലോസിന് വേണ്ടി ഹല്ലേലൂയ 10,000 മൈൽ ഹല്ലേലൂയ
ഹല്ലേലൂയ സ്തോത്രം, യാത്ര ചെയ്തിട്ട് കർത്താവിന്റെ വചനവുമായി കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. ഏഷ്യ മൈനറിലും ഹല്ലേലൂയ അനേക രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ പോയി ദൈവത്തിന്റെ സുവചനം സൂക്ഷിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം പൗലോസ് ഇടയായിത്തീർന്നു. സ്തോത്രം. തന്നത് വായിച്ചു വന്ന കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഞാൻ വീണ്ടും പഠിച്ചപ്പോഴാണ് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ വലിയ വചനങ്ങൾ വീണ്ടും എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കാൻ ഇടയായിത്തീർന്നത്. 10,000 മൈൽ ഹല്ലേലൂയ 3 മിഷണറി യാത്ര കൂടെ അപ്പോസ്തലനായ പൗലോസ് പോയി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും എത്ര മൈൽ യാത്ര ചെയ്യുന്നു കർത്താവിന്റെ നാമത്തിന് വേണ്ടി? ഹല്ലേലൂയ. കർത്താവിന്റെ വിളി കേട്ടവരല്ലേ ഞാനും നിങ്ങളും? കർത്താവിന്റെ വാഗ്ദത്തം കേട്ടവരല്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവസ്ഥലായിരിക്കുമ്പോൾ ഒന്നുകൂടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കുവാൻ ഇന്ന് പകലൊക്കെ ഈ ദൈവത്തിന്റെ കേൾവി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ സുവിശേഷ വേലയുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസിന് വലിയൊരു ഹല്ലേലൂയ സ്തോത്രം ഇൻവോൾവ് ഉണ്ടായിരുന്നു. സ്തോത്രം. യേശു കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ അനേകരിലേക്ക് എത്തിക്കണമുള്ള താല്പര്യത്താൽ താൻ കൂടാര പണി ചെയ്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പലയിടങ്ങളിൽ ഹല്ലേലൂയ സഭകൾ സ്ഥാപിക്കുന്ന രീതികൾ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുവാനിടയായിത്തീർന്നു. ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് ചെല്ലുവാൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി ചില ആളുകളെ, ചില എൽഡേഴ്സിനെ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ട് അവരിൽ കൂടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പാൽ അവരെ പല സ്ഥലങ്ങളിലാക്കി അങ്ങനെ അവരെ ശീലിപ്പിച്ച് അവരെ ദൈവത്തിന്റെ വേലയിൽ ഹല്ലേലൂയ ഉറപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ 3 ഹല്ലേലൂയ മിഷണറി യാത്രകളിലും തന്നോടൊപ്പം യാത്ര ചെയ്തവരെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുവാൻ, അവർ അത് വിശ്വസിക്കുവാൻ, അവരെ കൂടെ വീണ്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായി തീരുന്നതുപോലെ ഈ ദിവസങ്ങളിൽ എന്നിലും നിങ്ങളിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ദേശങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിന്റെ ശക്തി ഹല്ലേലൂയ വിശ്വസിക്കുന്നവരിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ വിളിച്ച് ഹല്ലേലൂയ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവവചനം പത്രോസ് അവിടെ ശുശ്രൂഷിക്കുന്നവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. 10-ാം അധ്യായത്തിൽ 44 വാക്യങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാര ശക്തി അവിടെ വെളിപ്പെട്ടു. ദൈവത്തിന്റെ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് പകർന്നത് മാത്രമല്ല, അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ അവരെ തന്നെ സമർപ്പിച്ചു. അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അവർ പലരും സ്നാനപ്പെട്ടു. അവരുടെ മേൽ ദൈവ ശുശ്രൂഷകൾ ഹല്ലേലൂയ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരിക മാത്രമല്ല, നമ്മൾ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ ഈ ദിവസങ്ങൾ പുറത്തു കൊണ്ടുവരുത്തുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ നോക്കി, ചില പ്രിയപ്പെട്ടവരെ നോക്കി ഇന്ന് പകൽക്കാലം ദൈവീയ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയാതെ ശത്രുവായവൻ പല അസ്വസ്ഥതകളിട്ട്, ഭാരങ്ങളിട്ട്, മാനസികമായ സംഘർഷങ്ങളിട്ട് പുറകോട്ട് മാറ്റി തളർത്തി ക്ഷീണിച്ച് ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ല ഹല്ലേലൂയ ഞാനും നിങ്ങളും ക്ഷീണിച്ചിരിക്കുവാനുള്ളവരല്ല, തളർന്നിരിക്കുവാനുള്ളവരല്ല, പിന്മാറിയിരിക്കുവാനുള്ളവരല്ല. ഞാനോ നിങ്ങളും ഹല്ലേലൂയ വിശ്വാസത്തോടെ കാലുകളെ, നമ്മുടെ സ്റ്റെപ്പുകളെ ഹല്ലേലൂയ മുമ്പോട്ട് വെക്കുവാൻ തയ്യാറായാൽ അതിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാനും നിങ്ങളും ഹല്ലേലൂയ ഇത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ വെളിപ്പെടുത്തുവാൻ കർത്താവ് ശക്തനാണ്. 4-ാമത്തെ പദം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ യേശുവിന്റെ നാമം ഉദ്ധരിക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അപ്പോസ്തലന്മാർ കടന്നു എന്ന് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചു പറയുമ്പോൾ അന്ധകാരത്തിലെ ശക്തികൾ, ക്ഷുദ്ര പ്രവർത്തനങ്ങൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, ശുശ്രൂഷകന്മാരെ, നമ്മൾ കടന്നു ഭവനങ്ങളിൽ, നമ്മൾ പ്രവേശിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക തന്നെ. നമ്മൾ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് അന്യാരാധന ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ ശക്തി ഉള്ളതാണ്. അത് ക്ഷുദ്ര പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്മേൽ വിടുതൽ കൊടുക്കുവാൻ കർത്താവ് ശക്തനാണ്. എന്നാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ നിങ്ങളും കൂടെ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാനും നിങ്ങളും ദൈവത്തിന്റെ ശബ്ദം കേട്ടവരാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം കേട്ടവരാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരാണ്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുകയാണ്, ഞാനും നിങ്ങളും അതിന് തയ്യാറായില്ല എങ്കിൽ അതിനുവേണ്ടി ഹല്ലേലൂയ മറ്റൊരാളെ ദൈവം തിരഞ്ഞെടുക്കുവാൻ സാധ്യതകൾ ഏറിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു ഭാഗം കൂടെ അതിനുള്ള ബന്ധത്തിൽ എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിന്റെ 26. ആമേൻ സ്തോത്രം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഒരു ഭാഗം ഈ തരുണത്തിൽ ഇതിനോടൊപ്പം ഞാൻ ഉദ്ധരിക്കുകയാണ്. സ്തോത്രം. മോശയോടൊപ്പം ശുശ്രൂഷിക്കുവാൻ തൻ്റെ സഹോദരനായ അഹരോനെ യഹോവയായ ദൈവം തിരഞ്ഞെടുത്ത് മോശയോടൊപ്പമാക്കി. തൻ്റെ ശുശ്രൂഷകളിൽ, തൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം അഹരോൻ വളരെ സപ്പോർട്ടീവായിരുന്നു. എന്നാൽ സ്തോത്രം, പിന്നത്തേതിൽ മെരീബ വെള്ളത്തിൻ്റെ അടുത്ത്, ജലാശയത്തിൻ്റെ അടുത്ത് വന്ന് ദൈവത്തോട് പിറുപിറുക്കുവാൻ ഹല്ലേലൂയ മിരിയാമും ഹല്ലേലൂയ അഹരോനുമൊക്കെ ഇസ്രായേൽ മക്കൾ വലിയൊരു പുരുഷാരത്തോടൊപ്പം ദൈവത്തോട് പിറുപിറുക്കുന്നവരായി തീരുവാനിടയായിത്തീർന്നു. മോശയും ഹല്ലേലൂയ സ്തോത്രമൊക്കെ ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച് ഇസ്രായേലിൽ നിന്ന് വാഗ്ദത്ത കനാലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചനയെ ഏറ്റെടുക്കുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ ആലോചനയെ വിശ്വസിക്കാൻ കഴിയാതെ, ഈ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അത് ഉറപ്പ് ലഭിക്കുവാൻ കഴിയാതെ ദൈവത്തോട് ധിക്കരിച്ച ഹല്ലേലൂയ മോശയോടും അഹരോനോടും ദൈവം തന്നെ അരുളി ചെയ്തു, നിങ്ങളെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ തന്നാണ് ഞാൻ നിങ്ങളെ വിളിച്ചിറക്കിയത്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത കനാലിൽ എത്തിക്കുവാനാണ് ഞാൻ നിങ്ങളെ അവിടുന്ന് പുറപ്പെടുവിച്ചത്. ഹല്ലേലൂയ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ കട്ടളക്കാടിന്മേലും കുറുമ്പടിമേലും രക്തമടയാളമായിരുന്ന ഭവനങ്ങളിൽ നിന്ന് കടിഞ്ഞൂൽ വിട്ട് നിങ്ങളെ വിടുവിച്ച ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചതെങ്കിലും ഹല്ലേലൂയ ദൈവത്തോട് മത്സരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ന്യായവിധി അത് ഏത് ആളുകൾക്കായാലും ദൈവം ഹല്ലേലൂയ ഒരുക്കി വെച്ചിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം, അവർ മെരീബ ജലാശയത്തിന്റെ അടുത്ത് വന്നപ്പോൾ ദൈവത്തോട് പിറുപിറുക്കുകയാണ്, ദൈവത്തോട് മത്സരിക്കുകയാണ്. അവിടെ വെച്ച് ദൈവം ഒരു കാര്യം സത്യം ചെയ്തു. ഹല്ലേലൂയ മോശെ അഹരോനെ, നിങ്ങൾ ഹല്ലേലൂയ വലിയ ശുശ്രൂഷ ചെയ്തവരാണെങ്കിലും വാഗ്ദത്ത കനാലിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ദൈവം അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനയെ ധിക്കരിച്ചത് കൊണ്ട് ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്ത് നിന്ന് അഹരോനെയും മോശയെയും പ്രവേശിപ്പാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ഹോർ മലയിൽ വെച്ച് അഹരോന്റെ വസ്ത്രം ഊരി തന്റെ മകനായ എലയാസറിന്മേൽ ഇടുവാനായിട്ട് ഹല്ലേലൂയ ഇടുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവത്തിന്റെ ശുശ്രൂഷക്കായി സമർപ്പിക്കപ്പെട്ടപ്പോൾ അത് ഞാനും നിങ്ങൾ ചെയ്യുവാൻ തയ്യാറായി ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് കടന്നു പോവാൻ താല്പര്യപ്പെടാതെ മാറി നിന്നാൽ എനിക്കും നിങ്ങൾക്കും പകരമായി അടുത്തൊരാളെ ദൈവമായ കർത്താവ് കണ്ണ് തിരഞ്ഞെടുത്ത് അവരെ ആ ശുശ്രൂഷ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ വായിക്കുന്നത് ഹല്ലേലൂയ അഹരോന്റെ വസ്ത്രം എടുത്ത് തന്റെ മകനായ എലയാസറിന്മേൽ ഹല്ലേലൂയ ഇടുവാനായിട്ട് ദൈവം ഹല്ലേലൂയ അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ ഒരുപക്ഷെ എന്നിൽ മേലുള്ള ശുശ്രൂഷ ആയിരിക്കത്തില്ല എനിക്കുള്ള മകൻ, ഞങ്ങളുടെ മകന് മേലുള്ളതോ, ഞങ്ങളുടെ മകന് മേലുള്ളതോ, നമ്മുടെ മധ്യത്തിലുള്ള സംഭാഷണ മേലുള്ളതോ, ഈ സഭയിൽ ശുശ്രൂഷ മേഖലകളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ മേലുള്ള ശുശ്രൂഷകൾ വിവിധ തരത്തിലാണ്. ഹല്ലേലൂയ എന്നിൽ കൂടെ നിവർത്തിക്കാത്ത ചില പ്രവചനങ്ങൾ, ചില വാക്തത്വങ്ങൾ ഒരുപക്ഷെ സംഭാഷണത്തിൽ കൂടെ പ്രവർത്തിക്കും, അത് മറ്റു പല പ്രിയപ്പെട്ടവർ പ്രവർത്തിക്കും. എന്നാൽ ദൈവം വാക്തത്വം ചെയ്ത ദൈവമാണെങ്കിൽ അത് പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. മോശയും അഹരോനോടും ഒക്കെ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ വാക്തത്വ കനാലിൽ എത്തിക്കാമെന്ന്. എന്നാൽ ജീവിതത്തിലെ ചില വിഷയങ്ങൾ കടന്നു വന്നത് മുഖാന്തരമായിട്ട് ദൈവം അതിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോഴും അവനെ, അവന്റെ കുടുംബത്തെ, അവന്റെ തലമുറകളെ യഹോവയായി ദൈവം മറന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഹല്ലേലൂയ അഹരോന്റെ ഹല്ലേലൂയ സ്ഥാനത്തുനിന്ന് ഇതാ അവന് പകരമായ അവന്റെ മകനായ എലയാസറിനെ യഹോവയായി ദൈവം തിരഞ്ഞെടുത്തിട്ട് അഹരോന്റെ പുരോഹിത വസ്ത്രം ഹല്ലേലൂയ അവന്റെ മകന്റെ മേൽ ഇടുകയാണ്. ഹല്ലേലൂയ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുകയാണ്, ഹല്ലേലൂയ സംഭാഷണ മേൽ വീഴുന്ന ചില പുതപ്പുകൾ ഉണ്ടെങ്കിൽ ദൈവം അതിടുവാൻ കർത്താവ് ശക്തനാണ്. തന്റെ പിതാവിന്റെ മേൽ ഇല്ലാത്ത ചില വലിയ പുതപ്പുകൾ തന്റെ മേലിട്ട് ദൈവ ശുശ്രൂഷയിൽ നടത്തുവാൻ ദൈവം ശക്തനാണ്. എന്നാൽ തന്നിൽ കൂടെ നിവർത്തിക്കാത്ത പല ദൈവീയ വാഗ്ദത്തങ്ങളും തനിക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത സന്തതിയിൽ കൂടെ പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഏതെങ്കിലും ചിലതൊക്കെ ഒരുപക്ഷെ എന്നിൽ കൂടെ നടക്കാതെ വന്നാൽ എനിക്ക് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളിൽ കൂടെ ദൈവം നിവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം വാക്ക് പറഞ്ഞ ദൈവമാണെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് നിവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. എന്നിൽ കൂടെ ശുശ്രൂഷകൾക്ക് തടസ്സം വന്നാൽ, എന്നിൽ കൂടെ ശുശ്രൂഷകൾ നിവർത്തിക്കാതെ പെടാതെ വന്നാൽ നമ്മുടെ തലമുറകളെ ദൈവം എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയും. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാമല്ലോ, വിശ്വാസത്തിന് വേണ്ടി വളരെ ധൈര്യത്തോടെ ഉറപ്പോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ ഭൃത്യന്മാരെ ദൈവം കരങ്ങളെടുത്ത് സൂക്ഷിക്കും. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന കാര്യം ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ഹോർ മലയിൽ വെച്ച് അഹരോന്റെ വസ്ത്രമൂല്യം അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തനം ഹല്ലേലൂയ വ്യക്തികളിൽ കൂടെ തുടരുമെന്നുള്ള കാര്യം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. എന്റെ മേലുള്ള ശുശ്രൂഷ നീർന്നു പോയെങ്കിൽ ദൈവം അത് അവിടെ വെച്ച്
നിർത്തുന്നില്ല. അടുത്തൊരാളെ കണ്ട് അവർ കൂടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാണ്. എന്നെ കൊണ്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത, എന്നെ കൊണ്ട് ഡീൽ ചെയ്യാൻ കഴിയാത്ത, എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ശുശ്രൂഷകൾ എന്നിൽ നിന്ന് മാറ്റി ഹല്ലേലൂയ മാറ്റൊരുത്തൽ കൂടെ പ്രവർത്തിച്ച് ദൈവത്തിന് മഹത്വം വെളുത്തുക, ദൈവത്തിന് വാഗ്ദത്തം നിർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പൽക്കാലം കേൾക്കുക, ദൈവത്തിന്റെ ദൗത്യം ഒരാളിൽ കൂടെ മാത്രമല്ല, അത് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രിയപ്പെട്ടവർ കൂടെ ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അനുസരണയുള്ള താല്പര്യമുള്ള സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശുശ്രൂഷകൾ അത് മാറ്റി ഹല്ലേലൂയ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത ചില മേഖലകളുണ്ടെങ്കിൽ എനിക്ക് ശേഷമായി വരുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. മോശയുടെ കഴിവുകളിലെ കണ്ട് ദൈവത്തോട് മോശ പറഞ്ഞപ്പോൾ അവന്റെ നാവായി തന്റെ സഹോദരനായ അഹരോനെ കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ലേവി കുടുംബത്തിൽ പുരോഹിത ശുശ്രൂഷയ്ക്കായി ലേവി കുടുംബത്തിലുള്ള പുരോഹിതന്മാരെ ദൈവം ആലയത്തിന് ശുശ്രൂഷകൾക്കായി കൊടുത്തു. എന്നാൽ പിന്നത്തേതിൽ ഹല്ലേലൂയ പുരോഹിതന്മാർ ക്ഷീണിച്ച് തളർന്ന് അവരുടെ തലമുറകൾ പലതും മാറിയപ്പോൾ വീണ്ടും 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 അതിന്റെ മധ്യത്തിൽ വീണ്ടും പുതിയ ആളുകളെ ദൈവ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്ത് വീണ്ടും ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ദൈവമായ കർത്താവ് താല്പര്യപ്പെട്ടുവെങ്കിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവം അത് തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷകൾ തീർന്നു പോയിട്ടില്ല, ദൈവത്തിലുള്ള വിടുതലുകൾ തീർന്നു പോയിട്ടില്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ ആർക്കും തടസ്സപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ചില പരിധികൾ വെച്ച്, ചില മേഖലകൾ അടച്ച്, ചില വാതിലുകൾ അടച്ച് ഒരുപക്ഷെ നോക്കുവാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാൻ നോക്കിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ വാക്ക് നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഒരാളിൽ നിന്നും മറ്റാളുടെ മേൽ ഭവനപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവീയ ശുശ്രൂഷകൾ ഹല്ലേലൂയ എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ശുശ്രൂഷകൾ അടുത്തൊരാൾ കൂടെ ദേശത്ത് പ്രവർത്തിപ്പാൻ, ആ രാജ്യത്ത് പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഒരിക്കലും അത് ഹല്ലേലൂയ നടക്കാതെ വരുന്നില്ല. ദൈവത്തിന് തന്റെ പ്രവൃത്തിക്കായി എപ്പോഴും ദൈവം കൂടെ ഹല്ലേലൂയ അടുത്ത ആളുകളെ ദൈവം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ദൈവിക ദൂത ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ച് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു പക്ഷേ അകപ്പെട്ടു പോയാലും ദൈവം മറ്റൊരാളെ കണ്ടിട്ട് ആ ശുശ്രൂഷ നിവർത്തിച്ച് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നൽകുന്ന ബഹുമതികൾ, ഹല്ലേലൂയ സ്ഥാനങ്ങൾ ഹല്ലേലൂയ ഒരു പക്ഷേ സ്ഥിരമായിരിക്കണമെന്നില്ല. ഹല്ലേലൂയ എനിക്ക് തന്ന പദവികൾ ഒരു പക്ഷേ എനിക്ക് എപ്പോഴും സ്ഥിരമായി നിൽക്കണമെന്ന് സാധ്യതകളില്ല. എന്നാൽ എന്നിൽ കൂടെ നിറവേറ്റ ശുശ്രൂഷകൾ ബാക്കി വന്നാൽ ദൈവം അത് മറ്റൊരാൾ കൂടെ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അഹരോന്റെ മരണത്തിങ്കൽ ദൈവത്തിന്റെ പദ്ധതികൾ തീർന്നു പോയില്ല. അഹരോന്റെ സന്താനത്തിൽ കൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിനോടുള്ള അനുസരണക്കേടിന്റെ തിക്ത ഫലം പലപ്പോഴും ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ദൈവസന്നിധിയിൽ പലപ്പോഴും അനുസരിക്കാത്തത് കൊണ്ട്, മറന്നലിക്കുന്നത് കൊണ്ട്, പരാജയപ്പെടുന്നത് കൊണ്ട്, പിന്മാറുന്നത് കൊണ്ട്, അവിശ്വസിക്കുന്നത് കൊണ്ട് നമ്മളിൽ കൂടെയുള്ള, എന്നിൽ കൂടെയുള്ള, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ കൂടെയുള്ള ദൈവീയ ശുശ്രൂഷകൾ പലപ്പോഴും നടക്കാതിരിക്കുകയാണ്. എന്നാൽ ദൈവം അതൊരിക്കലും ചെയ്യാതിരിക്കുകയില്ല. ദൈവം തിരഞ്ഞെടുത്തവരിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു ദൂത് അതിനോടൊപ്പം പറയുകയാണ്, ദൈവീയ ശുശ്രൂഷ ചെയ്യുവാനാണ് അഹരോനെ ദൈവം ഹല്ലേലൂയ മോശയോടൊപ്പം ചേർന്നത്. എന്നാൽ മോശയിൽ കൂടെ പ്രവർത്തിക്കാത്ത മറ്റൊരു ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അഹരോന്റെ ഹല്ലേലൂയ സ്തോത്രം അവനിൽ കൂടെ വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വീണ്ടും ആ കാലങ്ങളിൽ ഹല്ലേലൂയ അഹരോൻ തന്റെ പ്രവർത്തനങ്ങൾ ചെയ്തു വന്നപ്പോൾ പിന്നെയും ഹല്ലേലൂയ തന്നിൽ കൂടെയുള്ള ശുശ്രൂഷയുടെ നിവർത്തി ഇതാ തന്റെ കുടുംബത്തിൽ, തന്റെ മകനിൽ കൂടെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പറ്റിയുള്ള ദൈവീയ ഉദ്ദേശങ്ങൾ വെറും ചെറുതല്ല, വലിയ ഉദ്ദേശങ്ങൾ എന്നെയും നിങ്ങളെ പറ്റി ഉള്ള കാര്യം മറന്നു പോകരുത്. ഞാനും നിങ്ങളും പഠിക്കുവാനും ഹല്ലേലൂയ സ്തോത്രം ജോലി ചെയ്യുവാനും ഒക്കെയാണ് ഈ രാജ്യത്ത് കടന്നു വരുന്നത്. ശരിയാണ്. ഹല്ലേലൂയ നമ്മുടെ ഉപജീവന മാർഗങ്ങളാണ്, നമ്മുടെ ആവശ്യഭാരങ്ങൾ ഒത്രയുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ആയിരിക്കുവാൻ, ദൈവത്തിന്റെ സാക്ഷികളായിരിക്കുവാൻ ദൈവം ഹല്ലേലൂയ എന്നെയും നിങ്ങളെ പറ്റി താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇവിടെ കാണുന്ന അഹരോൻ തന്റെ ജനത്തോട് ചേർക്കപ്പെടുന്നത് കാരണം മരണം കൊണ്ട് താൻ മരണപ്പെടുകയാണ്. എന്നാൽ അഹരോനിൽ കൂടെയുള്ള ദൈവത്തിന്റെ ശുശ്രൂഷകൾ തന്റെ മകനിൽ കൂടെ വീണ്ടും വെളിപ്പെട്ടു വരികയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വളർന്നു വരുമ്പോൾ യേശു കർത്താവ് ഹല്ലേലൂയ ഈ സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി എന്ന് പറഞ്ഞ് കർത്താവിന്റെ ശുശ്രൂഷ അവിടെ തീർന്നില്ല. വീണ്ടും അപ്പോസ്തലന്മാരാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇതാ ദേശങ്ങളിൽ വെളിപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവർ ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലന്മാരുടെ കാലത്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തി
പ്രവൃത്തികളാലും ദൈവത്തിന്റെ സഭ പണിയപ്പെടുവാൻ തുടങ്ങി. യെരുശലേമിൽ തുടങ്ങിയ സഭകൾ ഇതാ മറ്റു പലയിടങ്ങളിലേക്കും അത് ചിതറിപ്പോയപ്പോൾ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടത്താതെ ഏതെങ്കിലും കാരണവശാൽ അത് തടയപ്പെട്ടാൽ ദൈവം മറ്റൊരിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. യെരുശലേമിലെ സഭയ്ക്ക് പീഡനമുണ്ടായപ്പോൾ, പ്രതിസന്ധികൾ കടന്നു വന്ന് അപ്പോസ്തലന്മാർക്ക് അവിടെ കടന്നു ശുശ്രൂഷിക്കാൻ കഴിയാതെ അപ്പോസ്തലന്മാർ ചിതറിപ്പോയപ്പോൾ, അവർ ചിതറിപ്പോയെടുത്ത് ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പാൽ അവർ വീണ്ടും താല്പര്യപൂർവ്വം ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അവിടെയെല്ലാം സഭകൾ ഉടലെടുക്കുവാൻ, അവിടെ അനേക പ്രിയപ്പെട്ടവർ കർത്താവിന്റെ വചനം ഹാലിൽ കേൾക്കുവാൻ ഇതാ ഹാലിൽ കാരണമായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ, ഒന്ന് യഹൂദന്മാരുടെ ഹാലിൽ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ട് ജാതികളുടെ മാനസാന്തരം. ഇതാണ് കർത്താവിന്റെ താല്പര്യം. ഹല്ലേലൂയ. ജാതികളിൽ നിന്ന് ചിലർ കർത്താവിനെ കണ്ടുമുട്ടണമെന്നുള്ള ദൈവത്തിന്റെ താല്പര്യമായിരുന്നു. യഹൂദന്മാർക്ക് മാത്രം ഉള്ള ഹല്ലേലൂയ മശിഹായുടെ പ്രവചനം വിശ്വസിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ജാതികളായിരിക്കുന്ന ചിലരും കൂടെ ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ രാജ്യങ്ങളിൽ അംഗമാകണമല്ലോ, അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതിനുവേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, ജാതികൾക്ക് മേൽ പ്രവർത്തിപ്പാൻ ദൈവം ചില അപ്പോസ്തലന്മാരെ കണ്ടു. അതിനുവേണ്ടി അവരെ ഒരുക്കി, അതിനുവേണ്ടി അവരെ അനേക സ്ഥലങ്ങളിലേക്ക് ആക്കിയെങ്കിൽ ഇന്ന് പകലിൽ എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെ ഹല്ലേലൂയ, സ്തോത്രം, ചിലരുടെ ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന്റെ അംഗങ്ങളായി തീരുന്നതിന് വേണ്ടി ദൈവം എന്നെയും നിങ്ങളെ പറ്റി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനും നിങ്ങളും വീടെടുത്ത് തന്നെ കിടക്കുവാനല്ല, അവിടുന്ന് എഴുന്നേറ്റ് ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെ പ്രവർത്തിപ്പാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ഇതിനെല്ലാം കാരണമായി തീരുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ മൂവ്മെന്റ് ഹല്ലേലൂയ അവിടെ സ്റ്റാർട്ട് ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വാക്തത്തിനായി അവരൊരുമിച്ച് ഒരുമന ഹൃദയത്തോടെ അവരൊരുമിച്ച് കാത്തിരുന്നപ്പോൾ അത്യന്ത ശക്തി ഹല്ലേലൂയ കുടിയ കാറ്റടിക്കുന്നത് പോലെ അവരുടെ മധ്യത്തിൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അവർ പ്രാർത്ഥന കഴിച്ച്, അവർ കൂട്ടായ്മ ആചരിച്ച്, അവർ അപ്പം നുറുക്കി, അവർ വീടുകൾ തോന്നും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവ ശുശ്രൂഷയിൽ ഇടപെട്ടു. ഹല്ലേലൂയ. തുറന്നു പോയപ്പോൾ ദൈവത്തിന്റെ സഭ ഹല്ലേലൂയ ആരംഭിച്ചു. അത് മറ്റിടങ്ങളിലേക്ക് മൂവ് ചെയ്യാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം എന്നിൽ നിങ്ങൾ കൂടെ ചില ദൈവ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തി നമ്മെ സഹായിപ്പാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. അറിയാത്ത വാതിലുകൾ തുറന്ന് നമ്മെ സഹായിപ്പാൻ കർത്താവ് ശക്തനാണ്. ചില വാതിലുകൾ എൻ്റെ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നു എന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങൾക്കും തോന്നി എന്ന് വന്നേക്കാം. എന്ന ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ വാഗ്ദത്ത വചനങ്ങളാണ് നമുക്ക് ഹല്ലേലൂയ വളരെ നമ്മെ നമ്മെ എൻകറേജ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ശക്തി ഇന്നും തുറന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്നും നിന്നിട്ടില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഇന്നും നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ കീ വേഴ്സ് എന്ന് പറയുന്നത്. 1:8 കീ വേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്ന്. ആ ഒരു കീ വേർഡാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനായി അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവരെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന്റെ സ്ഥലത്തിൽ ഒരുമിച്ചിരുന്നപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ വാക്ക് നിവർത്തി കാണുവാനിടയായി. വാക്തത്വ നിവർത്തി അവരുടെ മേൽ വന്നപ്പോൾ അവർക്ക് ഒരിടത്തിരിക്കുവാൻ കഴിയത്തില്ല. അവർ പല സ്ഥലങ്ങളിലേക്ക് പോയി, പല ഭവനങ്ങളിലേക്ക് പോയി, പല ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ അയക്കുവാനിടയായിത്തീർന്നു. അവർ കൂടെയുള്ള ദൈവീയ വിളികൾക്കനുസരിച്ച്, ദൈവീയ വാക്തത്വങ്ങൾക്കനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവസ്ഥലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നിൽ കൂടെയും നിങ്ങളിൽ കൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി ഇനിയും ചില ദേശങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടി ഇത് കർത്താവ് വെച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഇടപെട്ട് ആ പ്രവൃത്തി തികയ്ക്കുവാൻ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും അതിനുവേണ്ടി സഹായിക്കട്ടെ. അതിനുവേണ്ടി നിന്നുള്ള താക്കോൽ ഹല്ലേലൂയ എൻ്റെയും നിങ്ങളെയും കർത്താവ് തരുവാൻ കർത്താവ് ശക്തനാണ്. ആ താക്കോൽ എനിക്ക് നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ താക്കോൽ വെച്ചിട്ട് തുറക്കുവാൻ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി അധികാരപ്പെടുകയാണ്. ആദ്യമായിട്ട് ഹല്ലേലൂയ താക്കോൽ അപ്പോസ്തലനായ പത്രോസിന്റെ കയ്യിലാണ് യേശു കർത്താവ് പറയുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസേ, നീ പാറയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കീ ആദ്യമായിട്ട് ഹല്ലേലൂയ വിശ്വസിച്ച മുക്കുവാനായിരുന്ന മീൻപിടുത്തക്കാരനായ പത്രോസിന് മേൽ ആ താക്കോൽ യേശു കർത്താവ് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, നീ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകണം. നീ നിൽക്കുന്ന ഇടത്ത് മാത്രമല്ല അനേക ഇടങ്ങളിലേക്ക് ഞാൻ നിന്നെ അയക്കാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം. അതിനായി പത്രോസ്, അവനോട് കൂടെ ഉണ്ടായിരുന്ന യോഹന്നാൻ, അവനോടൊപ്പം ഉണ്ടായിരുന്ന യാക്കോബ്, അവനോടൊപ്പം ഉണ്ടായിരുന്ന അന്ത്രയോസ്, അവനോടൊപ്പം ഉണ്ടായിരുന്ന ഫിലിപ്പോസ്, ഹല്ലേലൂയ, അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം,
അപ്പോസ്തലന്മാർ ഒരുമിച്ച്, അവരുടെ കുടുംബങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ദൈവീയ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അവർ കടന്നുപോയ ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടെ പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും തടസ്സങ്ങൾ വന്നേക്കാം. തടസ്സങ്ങളില്ല എന്നല്ല, പ്രതികൂലങ്ങളില്ല എന്നല്ല, പ്രതിസന്ധികളില്ല എന്നല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ കാറ്റുകൾ അറയ്ക്കുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങൾ നിരാശപ്പെട്ടു പോകുകയാണ്. എന്നാൽ ഹല്ലേലൂയ എത്ര 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 ഈശാനമൂല കൊടുങ്കാറ്റുകൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ പടകിൽ ആചരിച്ചാലും അതിന് മധ്യത്തിൽ നല്ല അമരക്കാരനായ യേശു കർത്താവ് എന്നോട് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കാറ്റുകൾ ഹരിച്ച് നമ്മുടെ ജീവിതത്തിലാകുന്ന കപ്പൽ ഒരുപക്ഷെ തകരുമെന്ന് തോന്നിയേക്കാം, അല്ല ഉടഞ്ഞു പോയി എന്ന് വന്നേക്കാം. ഹല്ലേലൂയ. അല്ല ഇനി കാണുകയില്ല എന്നുള്ള പ്രതീക്ഷ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ ഒരു ലക്ഷ്യസ്ഥാനം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സ്ഥലം എത്തുവരെയും ഏതൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ദൈവസന്നിധിയിൽ ധൈര്യത്തോട് നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേൽ പകരണം. നമ്മുടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഭയിൽ പരിശുദ്ധാത്മാവിലുള്ള, ആത്മാവിലുള്ള, അന്യഭാഷയിലുള്ള കൃപാവരങ്ങളിലുള്ള ആരാധനകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ വരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടും. നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഭാരത്തോടെ നിരാശയോടെ ഇരിക്കുവാനല്ല ദൈവം എന്നെയും നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വിട്ടുപോയ സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് വീണ്ടും വന്ന് എന്നെ നിങ്ങളെയും ചേർക്കും. കർത്താവിന്റെ വരവിന്റെ കാഹളത്തിന് ധ്വനികൾ ഞാൻ നിങ്ങൾ കേൾക്കുവാൻ ഇതാ ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങൾ സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും പറയുവാൻ കഴിയാത്ത വിധം ലോകത്തിന്റെ ഹല്ലേലൂയ അന്ത്യം എത്രയും അടുത്തോ എന്നുള്ള ഹല്ലേലൂയ ഭീതിയോടെ മനുഷ്യനായിരിക്കുകയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് ഈ ദിവസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ വാക്ക് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ കാലം ദൈവം അതിനുവേണ്ടി ഹല്ലേലൂയ ചിലരെ കർത്താവ് കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ചിലരെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ അയച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കർത്താവ് ചിലരെ അന്നോയിങ് ഹല്ലേലൂയ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടി അതാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിലുള്ള അത് ഹൃദയ ദൃഷ്ടി ഹല്ലേലൂയ പ്രകാശിക്കപ്പെടുമ്പോൾ അത് നമ്മളിൽ കൂടെയുള്ള ദൈവീയ ദൗത്യങ്ങളിൽ ദൈവീയ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച് കർത്താവ് ഹല്ലേലൂയ കൊണ്ടുവരുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലുള്ള വാതിലുകൾ എത്ര ഹല്ലേലൂയ സ്ട്രോങ് ആയിരുന്നാലും, ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ ശത്രുവായവൻ നമ്മളിൽ പ്രവർത്തിക്കുവാൻ നോക്കിയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നിലും നിങ്ങൾ വ്യാപരിക്കുന്നുവെങ്കിൽ ഇരുമ്പ് ചങ്ങലകളെ പൊട്ടിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി എൻ്റെ മേലും നിങ്ങളുടെ മേലും പകർന്ന് ദൈവം സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ കർത്താവ് ശക്തനാണ്. മതിലുകൾ വെച്ച് തടഞ്ഞ് മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാത്ത വിധം നമ്മെ തടസ്സപ്പെടുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും അതിനെ ഓവർകം ചെയ്യുവാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ കൂലികളിൽ കർത്താവ് തന്ന് നമ്മെ മുമ്പോട്ട് നടത്തുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോസ്തലർ 12-ാമധ്യായം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. വല്ല വിധേനയും ശുശ്രൂഷയെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഹേരോദാവ് പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം ഹല്ലേലൂയ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമ്മൾ അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ യാക്കോബിനെ കൊന്നു. ഹേരോദാവ് യാക്കോബിനെ കൊന്നു. തന്റെ പ്രവർത്തനങ്ങൾ തീർന്നുപോയി എന്ന് ചിന്തിച്ചു. അങ്ങനെ ഹല്ലേലൂയ ആ പ്രവർത്തനം അവിടെ നിർത്തേണ്ടതിന് വേണ്ടി വീണ്ടും പത്രോസിനെ പിടിച്ച് ഇതാ കാരാഗൃഹത്തിലാക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ, സഭ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇതാ കാരാഗ്രഹത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ബന്ധനത്തിലായിരുന്ന കാരാഗ്രഹത്തിലായിരുന്ന പത്രോസ് വിടിവിക്കപ്പെടുകയാണ്. അവന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ ദൈവം തുറക്കുവാൻ ശക്തനായിരുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ഒരുമിച്ച് ഇരുന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അസാധാരണമായ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തി നമ്മുടെ മുമ്പിലുള്ള മതിലുകളെ തകർത്ത് അതിന്മേൽ ജയം തരുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് മുതൽ കാലം ഹല്ലേലൂയ ദൈവസ്ഥലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഒരു കാലത്ത് ഹല്ലേലൂയ ആ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയില്ല എന്നും ഞാനും നിങ്ങളുമൊക്കെ പറഞ്ഞതാണ്. ഞാനും പറഞ്ഞതാണ് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാത്ത വിധം ഹല്ലേലൂയ സ്തോത്രം ശത്രു നമ്മെ തളർത്തി കളയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാത്തിരിക്കുമേൽ തന്ന് നമ്മെ ശുശ്രൂഷകൾ നടത്തുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ഈ ശുശ്രൂഷ
പ്രാർത്ഥനയ്ക്കായി എന്നെ നിങ്ങളെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നുവെങ്കിൽ, ആയിരിക്കുന്നിടത്ത് വിശ്വസ്തയുടെ ആകുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരം ഇതാ ഈ ദിവസങ്ങളിൽ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇതാ അതിന് താഴെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഹല്ലേലൂയ, യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം ആ സീറ്റ് നികത്തുവാൻ ഇതാ അവർ ചീട്ടിട്ട് മത്യാസിനെ തിരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കുക. എന്നിൽ ഹല്ലേലൂയ നമ്മളിൽ കൂടെ പ്രവർത്തിപ്പാനുള്ള ദൈവ പ്രവർത്തികൾ ഇതാ നിവർത്തിക്കേണ്ടി വേണ്ടി ദൈവം ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഹല്ലേലൂയ ആളുകളെ ദൈവം കരുതിയിട്ടുണ്ട്, ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് യൂദ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയല്ല. യൂദയുടെ സ്ഥാനത്ത് വേണ്ടി അടുത്തൊരാളെ ദൈവം ഇതാ ഒരുക്കുകയാണ്. ഇന്ന് പകലിൽ ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. എന്നിൽ നിങ്ങൾ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച ഹൃദയത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ഒരുമിച്ച് കൂടി വരുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തി പകരം, നമ്മുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ പകരം, അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതലുകൾ, വീര്യപ്രവൃത്തികൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളായിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ വെളിപ്പെടുക തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതിന് തടസ്സമായി ഏതൊക്കെ മതിൽ കെട്ടി നിന്നാലും, ഏതൊക്കെ വ്യക്തികൾ നിന്നാലും, ഏതൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. ഞാൻ പടത്തിനും കൂടെ ഭാഞ്ചിയിലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എന്നോടും നിങ്ങളോടും ഒപ്പം മതിൽ ചാടിക്കിടക്കാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ മതിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഇതിനെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എന്റെ മേൽ നിങ്ങളുടെ മേൽ പകർന്ന് ഈ ദിവസങ്ങൾ ദൈവം നമ്മെ നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. എഴുന്നേറ്റ് ഒരു പാട്ടിന്റെ 1-2 വരികൾ പാടി ഇന്ന് പോലെ കാലം കർത്താവിനെ ഒന്നുകൂടെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി ഈ ദിവസങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ദൈവത്തിന്റെ വചനം നമ്മൾ കൂടെ പ്രവർത്തിപ്പാൻ ഈ ദിവസം ഒരുക്കം നമുക്ക് ആവശ്യമാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ പകരപ്പെട്ട അധികാരം ഈ ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഹല്ലേലൂയ പട്ടണങ്ങളിൽ, നമ്മളെ അയക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി യേശുവിന്റെ നാമം വിടുവിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനായി ഇന്ന് പോലെ കാലം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്ന പ്രവൃത്തി അന്ന് മാത്രമല്ല, പിന്നെയോ അതിനായി സമർപ്പിക്കപ്പെട്ട ഓരോരുത്തരിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് പോലെ ഇന്ന് പകലിൽ എന്നിൽ നിങ്ങൾ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ക്ഷീണിച്ച് തളർന്നിരുന്നു എന്ന് ഹല്ലേൽ പറഞ്ഞു മാറിയിരിക്കുമ്പോൾ അതിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തി പകർന്ന്, നമ്മുടെ മേൽ ദൈവത്തിന്റെ ബലം പകർന്ന് ഇതാ ഹല്ലേലൂയ നമ്മെ മുമ്പോട്ട് നടത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കരത്തിൽ ഇന്ന് പോലെ കാലം നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ കൃപ ഇന്ന് പോലെ കാലം നമ്മുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. അതിനായി നമ്മെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ 1-2 വരികൾ പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പലവ്യാധികളാൽ ജനം നശിച്ചിരുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പലവ്യാധികളാൽ ജനം നശിച്ചിരുന്നു. രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയിരിക്കാം. പ്രിയം വരുവാൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയിരിക്കാം. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരി ജനം കണ്ടു നീ താഴ്വരയില്ലല്ലോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരി ജനം കണ്ടു നീ താഴ്വരയില്ലല്ലോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിയെ ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിയെ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയിടാം. പ്രിയം വരുവാൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയിടാം. പ്രിയം വരുവാൻ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തി വിളർന്നതാ ഭൂമി
കേൾക്കപ്പെട്ട വചനത്തെ ഹല്ലേലൂയ വചനത്തിൽ നമ്മളെല്ലാവരും സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലൻ ഹല്ലേലൂയ പ്രവർത്തികളുടെ 2-ാമത്തെ ചാപ്റ്ററിൻ്റെ ഹല്ലേലൂയ പത്രോസിൻ്റെ പ്രസംഗത്തിൽ പറയുന്നു ഹല്ലേലൂയ, I will pour out my spirit hallelujah on all generation. hallelujah. യോവേൽ പ്രവാചകൻ പറഞ്ഞത് അവിടെ പത്രോസ് എടുത്തു പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ വയസ്സ് വ്യത്യാസമല്ലാതെ ഹല്ലേലൂയ ജനറേഷൻ വ്യത്യാസമില്ലാതെ ഹല്ലേലൂയ എല്ലാവരുടെ മേലും ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവ് കർത്താവ് നൽകും. ഹല്ലേലൂയ. മത്തായി ഹല്ലേലൂയ 9:37 ഇങ്ങനെ പറയുന്നു ഹല്ലേലൂയ, the workers are very few but the harvest is plenty. hallelujah. The harvest is plenty but the workers are very few. Let us ask the Lord of the harvest hallelujah that he may send many more workers hallelujah to work in the field of our Lord. hallelujah. കർത്താവിൻ്റെ ആ വേലയിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ആ വയലിൽ ജോലി ചെയ്യുവാനായിട്ട് ഹല്ലേലൂയ ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ചോദിച്ചാട്ടെ. hallelujah. Let us ask the Lord. hallelujah. Prophet Joel has prophesied, even Peter has said that, hallelujah, that he will pour out his spirit upon all people, hallelujah, young and old, children, hallelujah, fathers, mothers, upon all people, hallelujah, എല്ലാവരുടെ മേലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ ഈ ആഴ്ച നമ്മൾ ആ ശക്തിയെ ഹല്ലേലൂയ നമ്മൾ റിസീവ് ചെയ്യുന്നവരായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഹല്ലേലൂയ let us be prepared to receive that power. hallelujah let us thank hallelujah that we will meditate upon these things towards the hallelujah beginning of this year. hallelujah that we will be strengthened only by the Holy Spirit. hallelujah. And let us be the workers in this harvest. hallelujah let us be the workers in this great field. hallelujah ഞങ്ങളോട് പ്രാർത്ഥിക്കാം. hallelujah Lord Father, we thank you for this time, Lord. കർത്താവെ അനുഗ്രഹപ്പെട്ട വചനം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ കേൾപ്പിച്ചതിനായി നന്ദി കർത്താവെ. ഹല്ലേലൂയ ദാസനെ കർത്താവെ ബലപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. സ്വതം ഞങ്ങൾക്ക് വേണ്ടി ആലോചന കർത്താവെ തന്ന് ഈ ആഴ്ചകാലം കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ റിസീവ് ചെയ്ത് അവൻ്റെ പ്രവർത്തികൾ അറിഞ്ഞു കർത്താവെ അങ്ങയുടെ വേല ചെയ്യുവാനായിട്ട് ഞങ്ങളെ കർത്താവെ ധൈര്യം തന്നാട്ട കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ആ കൃപ തന്നാട്ട കർത്താവെ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ആരെങ്കിലും ബലഹീനമായിട്ടിരിക്കുന്ന കർത്താവെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കർത്താവെ. If anybody are going through any kind of worries or distress, I pray over them, Lord, that this Spirit, Lord Father, the Spirit of the truth will touch and heal everybody completely, Lord Father. I pray for our church, Lord Father, help us to receive an increase in our numbers, Lord Father. I pray that you will increase us, Lord Jesus. Your Holy Spirit will work, Lord Father, upon our church, upon our people, Lord Father. We submit everything into your hands, Lord Father. Thank you for all that you have done today, Lord Father. Thank you for the beautiful worship, the psalms, the testimonies, our children, and the message, Lord Father. We keep everything into your feet, Lord. Thank you for all that you have done. In the name of the Lord Jesus we pray. Amen. പിതാവായ ദൈവത്തെ സ്നേഹപുത്രനായ ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളത് കർത്താവിനുണ്ടാകുന്ന ദിവസം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. നല്ല രാഷ്ട്രകാലം കർത്താവ് നിങ്ങൾക്ക് ധാരാളമായി തരട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകളിൽ വാസപ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് കൂടാം. കഴിഞ്ഞ ദിവസം